സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു 2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട ശേഷം അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ തേങ്ങ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് പോകണ്ട, തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ചൂടിൽ കിടന്നിട്ട് ആ തൈരൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം അതിനകത്ത്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ കറിവേപ്പില കിട്ട പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി അതിനകത്തേക്ക് വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന ശേഷം നമുക്ക് ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.